Archana and you're watching life unedited by Archana. ഇന്ന് ഞങ്ങളുടെ കോളേജിന്റെ ഇനോഗ്രേഷൻ ആട്ടോ എന്ന് വെച്ചാൽ പുതിയ കോളേജിന്റെ. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ റെഡി ആയിരിക്കണം കേട്ടോ. 5 മണി മുതൽ റെഡി ആവാൻ തുടങ്ങിയതാണ്. ഇപ്പോഴാണ് ഏകദേശം ഒന്ന് സെറ്റായെന്ന് തോന്നുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഇപ്പം തന്നെ ഇറങ്ങണം കേട്ടോ. ഞങ്ങൾ എല്ലാവരും ഏകദേശം ഒന്ന് റെഡിയായി കഴിഞ്ഞു. പിന്നെ ഇത് ഞങ്ങളുടെ ഡ്രസ് കോഡ് ആട്ടോ. ഈ വൈറ്റ്, ഇത് വൈറ്റ് അല്ല, ഒരു സിൽവർ പോലത്തെ ആട്ടോ. സിൽവർ ഒരു ഡെക്കറേഷൻ അല്ല, ഒരു ഡിസൈനൊക്കെ വന്നിട്ട് ഉടുക്കാൻ കുറച്ച് പാടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇനോഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 വർഷമായിട്ടുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹം കേട്ടോ ഇനോഗ്രേഷൻ, പുതിയ കോളേജ് എന്നൊക്കെ പറയുന്നത്. കാരണം ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ കോളേജ് എന്ന് പറഞ്ഞാൽ അത്ര എന്താ പറയുക, ഭയങ്കര സൗകര്യമുള്ളത് കുഞ്ഞു കോളേജാണ്. അപ്പോൾ പുതിയ കോളേജ് ഞങ്ങൾ വന്നപ്പോൾ മുതലേ പറയുന്നതാണ് പുതിയ കോളേജ് വരുന്നുണ്ട്, പണിതുകൊണ്ടിരിക്കുകയാണ്, കൺസ്ട്രക്ഷൻസ് ഒക്കെ തീരാറായി. അങ്ങനെ ഇന്നത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ ഇപ്പം ഇന്നല്ല ഞാൻ ആദ്യമായിട്ട് കോളേജ് കാണാൻ ഞാൻ വിചാരിച്ചിരുന്നത്, ഇന്നായിരിക്കും ഞാൻ ആദ്യമായിട്ട് കോളേജ് കാണാൻ പോകുന്നതെന്നാണ്. പക്ഷേ ഇന്നലെ ഓൾറെഡി പോയി കണ്ടു. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കോളേജ് കാണാൻ പോകുന്നുണ്ട്. പക്ഷേ ഇന്നലെ കോളേജ് പോയി കണ്ടു. കാരണം ഞങ്ങൾക്ക് അവിടെ കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു ജസ്റ്റ്. അപ്പോൾ അതിനുവേണ്ടി ഇന്നലെ പോയി കണ്ടു. പിന്നെ 2-3 ദിവസമായിട്ടുള്ള പ്രിപ്പറേഷൻ ആട്ടോ. ഇപ്പോൾ ഡ്രസ്സിൻ്റെ ആയാലും ഡ്രസ് കോഡ് സെറ്റാക്കാനായാലും എല്ലാം കൊണ്ടും കുറച്ച് ദിവസത്തെ മറ്റേ ഡെക്കറേഷൻ പരിപാടികൾ, ഫുഡ് എല്ലാം കുറച്ച് ദിവസത്തെ പരിപാടിയായിരുന്നു. മേളിലുള്ളവരൊക്കെ കുറേ ദിവസമായിട്ട് അതിൻ്റെ പുറകെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഞങ്ങളുടെ ഇതൊക്കെ കണ്ടിട്ട് വാ, കോളേജിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വാ. ബാക്കി കഥ ഞാൻ അത് കഴിഞ്ഞിട്ട് പറയാം. ഇപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ പ്രോഗ്രാമൊക്കെ ആയതുകൊണ്ട് ഫോൺ വെക്കേണ്ട, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വ്ളോഗ് ചെയ്തുകൊണ്ട് നടക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഫോൺ വെച്ചിട്ട് സ്റ്റഡി ടൈമാണ്. ഇത് ഞാൻ ഇങ്ങോട്ട് കുറച്ച് മടക്കി ഇട്ടോ. അപ്പോൾ ഇവിടെ നിവർന്നില്ലേ ഗൈസ്, നൈസ് തുണിയാണ്, തേക്കാനായിട്ട് ഭയങ്കര പാടാണ്. ഞാൻ ഇവിടെ ഞാൻ പതുക്കെ ഗൈസ് ഇവിടെ ഞാൻ പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സാരി തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി 3 ദിവസം കൂടി ഉണ്ട് പ്രോഗ്രാമിന്. ഞങ്ങൾ ഇന്നേ പ്ലീറ്റ് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. പ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മേളിൽ നിന്നൊരു കുട്ടി വരും. നിവർത്താൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുമാതിരി നൈസ് തുണി, വളരെ നൈസ് തുണി, വളരെ നൈസ് തുണി, തേക്കാനും പറ്റുന്നില്ല, കത്ത് പിടിക്കുന്നു. കുപ്പി നിറഞ്ഞു നോക്കാം ഗൈസ്. ഞാൻ ഇവരെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് കുപ്പി നിറയെ നോക്കിയിട്ട് വരാം. അവളെന്നെ സാരി തേക്കുന്നതിന് അവളുടെ കുപ്പി ഞാൻ നിറഞ്ഞു നോക്കണം. അതാണ് ഞങ്ങൾ തമ്മിലുള്ള കരാർ. ഇതിൻ്റെ വെള്ളം ഞാൻ കാണിച്ചു തരാവേ. ഇതേ നോക്ക്, ഇതിന്ന് വെള്ളം പോലും വരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇത്? 1/4 ഭാഗം പോലും ആയിട്ടുമില്ല. അത് അവളോട് പറയണ്ട. അവളോട് പറഞ്ഞ അവൾ പിന്നെ എനിക്ക് സാരി തേച്ചതല്ല, നമുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. അല്ലെങ്കിൽ അവൾ സമ്മതിക്കില്ല, എനിക്ക് പേടിയാ. എനിക്കാണെങ്കിൽ സാരി തേക്കാനും അറിയാൻ പാടില്ല. ആ സാരിയാണെങ്കിൽ മര്യാദയ്ക്ക് തേക്കാനും പറ്റുന്നില്ല. അത് ഭയങ്കര എന്താ പറയുക, നൈസ് തുണിയാ. തേച്ച് കഴിഞ്ഞാൽ അപ്പോൾ കത്തിപ്പോ. എടി അത് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഇതുവരെ നിറഞ്ഞിട്ടില്ല. എടി സ്വിച്ച് ഒയ്യോ നിറഞ്ഞ പോലെ തോന്നുന്നത്. നിറഞ്ഞിട്ടില്ല, പക്ഷെ അത് പകുതി ആയിട്ടുള്ളൂ. ഞാൻ കുഴപ്പമില്ല, നിറഞ്ഞു കഴിയുമ്പോൾ ഞാൻ തന്നെ നിനക്ക് എടുത്തോണ്ട് തരാം. അല്ലെ എൻ്റെ ഒരു കുപ്പി വേണമെങ്കിൽ നിനക്ക് തരാം. വർക്കണം നീ തേക്ക്. മേളിലെല്ലാവരും ഡെക്കറേഷൻ്റെ ഒക്കെ പരിപാടിയിലാണ്. ഇത് പൊട്ടാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇതെൻ്റെ പിമ്പിളാണ്. ഫെയർവെല്ലിന് പിമ്പിൾ ഇവിടെയായിരുന്നു, ഇപ്പം പിമ്പിൾ ഇവിടെയാണ്. പിമ്പിളിനെ കുറിച്ച് നോക്കാച്ച, ഇത് ശരിക്കും പൊട്ടാന്നാ തോന്നുന്നേ. വെള്ളക്കല്ലുള്ള പൊട്ടത്. ഇത് എന്തെങ്കിലും ഞങ്ങളുടെ എക്സാമിൻ്റെ ടൈം ടേബിളൊക്കെ വന്നു. എന്നാണ് എക്സാം? 17-ാം തീയതി ഞങ്ങൾ എക്സാം സ്റ്റാർട്ടും. അടുത്ത മാസം ഒരാളുടെ പഠിക്കാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. ഇത് അവിടെ പേപ്പറൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ്. എക്സാമിന് ടൈം ടേബിൾ വന്നതുകൊണ്ട് ഞങ്ങൾ ആകെ ടെൻഷനിലാട്ടോ. ഇനിയിപ്പോൾ കുറേ റിക്വയർമെൻറ്റ്സ് തീർക്കാനുണ്ട്. അപ്പോൾ അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സാരി ഞാൻ എന്തായാലും തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി പ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മേളിലൊരു കുട്ടിയുണ്ട്, അവൾ നന്നായിട്ട് പ്ലീറ്റ് എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ അവളെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ വരുന്നതിനിടയിൽ ഞാൻ പിന്നെയും റിക്വയർമെൻറ്റ്സ് എഴുതാൻ പോയതാട്ടോ. ഇതെൻ്റെ കേസ് സ്റ്റഡിയാണ്. നേഴ്സിംഗ് എടുത്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യമാട്ടോ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര മടി എഴുതാനായിട്ട്. ഞങ്ങൾ വ്ലോഗ് എടുക്കുകയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ എൻ്റെ വിഷമം പറയായിരുന്നു, നീ വരുന്നില്ല, തേക്കാൻ പേടിയാവുന്നു എന്നൊക്കെ. നൈസ് തുണിയല്ലേ, ഹൃദയം തേച്ചിട്ട് എനിക്ക് പേടിയാവുമായിരുന്നു. പൂ ഉണ്ടാക്കൽ എവിടെ വരെയായി? ഉണ്ടാക്കിയ പൂവ്. ഇതാണ് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത് അവിടെ.
അവള് വേറെ ഒരെണ്ണം എടുക്കാൻ പോയിരിക്ക, വേറെ ഉണ്ടാക്കിയത്. ബാബാ ഇതെങ്ങനെയുണ്ട്? കൊള്ളാം. വാവ്. നിത്തു നിത്തു എന്താ നിത്തു ബേബി എന്താ പറയണേ? എന്തിനാ കരയണേ? എന്തിനാ കരയണേ? ഓയിച്ചൂടാ, നിന്നെ കണ്ട് പേടിച്ചു. സാരി എടുത്ത് ഞങ്ങൾ അർച്ചനൊരു എനിക്ക് ഒട്ടും അറിയാത്തൊരു കാര്യമാട്ടോ ഇങ്ങനെ സാരി കൊടുക്കാൻ വേണ്ടി. ഞാൻ പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്, ഞാൻ തോറ്റു പിന്മാറിയിട്ടുള്ളൂ ഇവിടുന്ന്. ഒരു പ്ലീറ്റ് വീതം ഭംഗിയായിട്ട്. എന്റെ നാട്ടുകാരിയാണ്. അതെ, പ്രോ നാട്ടിൽ നാളെ ഇറക്കി. പറയൂ. അങ്ങനെ സാരിയൊക്കെ ഡ്രേപ്പ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ പിറ്റേ ദിവസം രാത്രിയാണ് കേട്ടോ. ഞങ്ങൾ രാത്രിയാണ് ഞങ്ങളുടെ കലാപരിപാടികളൊക്കെ. ഇപ്പോൾ ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വകച്ചിട്ട് ചെയ്യുന്നോണ്ട് നടക്ക് കഴിഞ്ഞ പൊങ്ങിയിരിക്കുന്നേ. ഇവിടെ നന്നായിട്ട് പതപ്പിച്ചാ മതി. അപ്പൊ അല്ല, സോപ്പിട്ട് ഷാമ്പു ഇട്ടാലോ? എന്നാലും ചിലപ്പോ പൊങ്ങി കൂടുതലിരിക്കും. എന്ത് കഷ്ടാണ്. എടി അത് മാറ്റാൻ എന്താ ചെയ്യാ? താഴെ വീഴുമ്പോ എന്താ ചെയ്യാ? ഇതിന് താഴത്തില്ലടി, നീ എന്തിനാ ചെയ്യുന്നോണ്ട്? എന്നെ പരിപാടി അത്. ഷാമ്പൂടാ, നാളെ ഷാമ്പൂടാ. ഇതെന്നാ ചെയ്യ? എല്ലാരും പറയുന്നു മുടിയില് എണ്ണ വെക്കല്ലേ, മുടി ഇതാക്കല്ലേ, ഷാമ്പു ഇടാൻ. എണ്ണ വെച്ചിട്ട് തന്നെ എന്താ ചെടയാന്നറിയാവോ? അപ്പൊ എണ്ണ വെച്ചില്ലെങ്കിലോ? എന്നൊക്കൊന്നും പറയാനില്ലേ? അയ്യോ, അത് മറന്നു പോയിട്ടടി. എന്റെ എടി ആർച്ചത് ഏത് ഹെയർ സ്റ്റൈലാ? അത് ഇതിന്റെ ഒക്കെ ബാക്കിയായിട്ടാ. അപ്പൊ എന്റെ വാട്ടർഫോൾ ഹെയർ സ്റ്റൈൽ പോയോ? ഇതായിരിക്കും. പിന്നെ വേറെ ഒരു വെള്ളമുണ്ട്, വെള്ളം വരുന്ന പോലെ കിടക്കുന്നുണ്ട്. എനിക്ക് ആ ഹെയർ സ്റ്റൈൽ മതിയായിരുന്നു. സാറേ പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണത്തിന് നിങ്ങൾ എന്തിനാ ആദ്യമായിട്ട് കൊണ്ട് എത്തിക്കുന്നത്? എന്റെ ഈശ്വരാ, അതൊക്കെ ഇപ്പോഴേ പ്ലാൻ അറിയാം. അതെ 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 അതെ. ഒന്ന് പോ അവിടുന്ന്. അതെ, ഇതെന്തോ അതെ, അതൊന്നും അങ്ങനൊന്നല്ല. അതെ 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 അതെ. കണ്ടോടി അച്ഛനെ, എന്താടി? ഹെയർ സ്റ്റാർട്ടഡ് ഇല്ല, ഹെയർ എൻഡഡ് ഇല്ല, ഒന്നുമില്ല. ആരുടെ അത്? ഓഹോ, പേര് പറയണ്ടാടി ആർച്ച നീ ഇവിടെ. എന്നാ എന്നാ അല്ലെങ്കിലും പാശ്വാലിറ്റി ആണല്ലോ, എനിക്കൊന്നും കേൾക്കണ്ട. ഗൈസ്, ആർച്ചയുടെ കുപ്പിയാണിത്. ഇത് ഏതാ? ഈ സ്ട്രൈറ്റിന്റെ കുപ്പിയല്ലേ? സൈഡിലേക്ക് കൂടി പോവാ. അവസാനം ഇത് ശരിയല്ലെങ്കിൽ ഇവിടെ മാത്രം അഴിച്ചിട്ടോണ്ട് പോണപ്പോ അതൊരു ഹെയർ, ഞാൻ പറയും ഇതും എന്റെ ഒരു ഹെയർ സ്റ്റൈൽ ആണെന്ന്. വീഡിയോ വരും മനസ്സിലാവും അവർക്ക് ഇതൊന്നും ഒരു ഹെയർ സ്റ്റൈൽ അല്ലായിരുന്നു എന്ന്. ഗൈസ്, ഞങ്ങളിപ്പോ പുതിയ ഹെയർ സ്റ്റൈൽ പരീക്ഷിച്ചോണ്ടിരിക്കുക കേട്ടോ. ഇതിപ്പോ മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ. ഇപ്പൊക്കെ ഭയങ്കര മഴ കേട്ടോ. ഇപ്പൊ കറണ്ടും പോയി. ഹെയർ സ്റ്റൈൽ നേരത്തെ സെറ്റ് ആക്കിയത് ഭാഗ്യം, അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾ 3G ഇരുന്നേനെ. ഇവിടെ ഭയങ്കര മഴ. പെട്ടെന്ന് ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ജസ്റ്റ് തണുത്ത കാറ്റടിച്ച് മഴ പെയ്തു. ഇവിടെ ശരിക്കും ഇത്രയും വെട്ടമൊന്നും ഇല്ല കേട്ടോ. ഞാനിങ്ങനെ ഫ്ലാഷ് അടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ കാണിച്ചു തരാം ശരിക്കും എന്തോരം വെട്ടമുള്ളതെന്ന്. ഒട്ടും വെട്ടമില്ല. ഇതാ ഇവിടെ ഫുൾ ഇരുട്ടാട്ടോ. ഞാനിപ്പോൾ ഈ ജനലിലൂടെ നോക്കി ഇങ്ങനെ മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു കാറ്റൊക്കെ വീശുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ്. ഇനിയിപ്പോൾ നാളെ ക്ലാസ് ഉണ്ടാവുമെന്ന് അറിയില്ല. നാളെ കഴിഞ്ഞാണ് പ്രോഗ്രാം. സൺഡേ സാധാരണ അങ്ങനെ സൺഡേ ഒന്നും പ്രോഗ്രാം വെക്കാത്തതാണ്. ഈ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല. അല്ലെങ്കിൽ ഫ്രൈഡേയോ സാറ്റർഡേ ഒക്കെയാണ് വെക്കാറ്. ഇപ്പോൾ സൺഡേ ആക്കി എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇന്നോഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വല്ല മുഹൂർത്തം അങ്ങനെ എന്താ സംഭവം കൊണ്ട് തോന്നുന്നു. എൻ്റെ ഊഹ കേട്ടോ, അതൊന്നും തോന്നുന്നു. അതുകൊണ്ടായിരിക്കും സൺഡേ വെച്ചത്. പിന്നെ ഇനിയിപ്പോൾ മൺഡേ ക്ലാസ് ഉണ്ടെങ്കിൽ അത് ഭയങ്കര ബോറായിരിക്കും. ഒട്ടും താല്പര്യമില്ല. കാരണം സൺഡേ പ്രോഗ്രാം കണ്ടു വന്നിട്ട് എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ടാവും. പിന്നെ മൺഡേ ക്ലാസ് വയ്ക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടു ബോർ. പിന്നെ എനിക്കിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വയ്യ കാണാൻ പറ്റുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ ഊഹത്തിനാണ് ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഞാൻ ഫ്ലാഷ് അടിച്ചിട്ടാണ് ശരിക്കും ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഹോസ്റ്റലിൽ കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്. പക്ഷെ എല്ലാവരും ഇപ്പോൾ മറ്റേ പ്ലീറ്റൊക്കെ എടുത്ത് വയ്ക്കുന്നതിന് തിരക്കിലായിരിക്കും. ആ ടൈമിൽ കറണ്ട് പോകുമ്പോൾ ഭയങ്കര പാടായിരിക്കും അത്. പിന്നെ ഫോണിൽ ചാർജും കുറവാണ്. അത് എന്തെങ്കിലും അങ്ങനെ വരും. ഇന്ന് വരെ ഫുൾ ചാർജ് ഉള്ള ടൈമിൽ കറണ്ട് പോയിട്ടില്ല. കറണ്ട് പോകുന്ന ടൈമിൽ ഫുൾ ചാർജ് ഉണ്ടാവാറില്ല. അങ്ങനെയല്ലേ എന്ന് വെച്ചാൽ കറണ്ട് പോകുന്ന ടൈമിൽ എൻ്റെ ഫോൺ ഫുൾ ചാർജ് ആവില്ല. കറണ്ട് ഉള്ള ടൈമിലും ഞാൻ എന്താ ഉദ്ദേശിച്ചത് പിന്നെ പറയാം. ഡെഡിക്കേറ്റഡ് കുട്ടികളാട്ടോ. ഇതേ കറണ്ട് ഇല്ലാഞ്ഞിട്ടും ഇവിടെ ഒരാൾ ഫോൺ ഫ്ലാഷൊക്കെ ഓൺ ആക്കിയിട്ട് എഴുതാൻ കാണിച്ചു തരാം. അവിടെ എഴുതാനുള്ള സംഭവമൊക്കെ സെറ്റാക്കിയേക്കാം. ഒരാൾ അവിടെ നിന്ന് പ്ലേറ്റ് എടുക്കുന്നത് കണ്ടോ? നല്ല രസമായിട്ട് പ്ലേറ്റ് എടുക്കുന്നില്ലേ?
മഴയൊക്കെ മാറിയിട്ടോ, പക്ഷെ കറണ്ട് ഇതുവരെ വന്നിട്ട് നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റും ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ചു നേരം പുറത്തിറങ്ങി നിൽക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര സ്ഥിതി കൂടെ നടക്കുന്നത്. ഇവിടെ നനഞ്ഞ തുണിയോടെ കിടക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തണുപ്പുണ്ട് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട്. ചെറിയൊരു പേടിയുണ്ട് കറണ്ട് വരാത്തതുകൊണ്ട്. ബട്ട് നല്ല നിലാവുണ്ട്. ഇപ്പം ഞാൻ എന്താ ഫ്ലാഷ് അടിച്ചിട്ടോ നടക്കുന്നത്. ഇനി ഒരു 2 days കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ കോളേജിന്റെ ഇനാഗ്രേഷന് ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. ഞങ്ങൾ വീഡിയോയിലൊക്കെ കോളേജ് കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് നേരിട്ട് കാണാൻ പോകുന്നത്. പിന്നെ ഓർക്കുമ്പോൾ ഒരു ചെറിയ വിഷമമുണ്ട് കേട്ടോ. കാരണം ഈ ഹോസ്റ്റലിൽ നിന്ന് ഞങ്ങൾ പോവാണ് അങ്ങോട്ട്. അപ്പോൾ ഇവിടെ ശരിക്കും മിസ് ചെയ്യും കേട്ടോ. അത് ഓർക്കുമ്പോഴാണ് ചെറിയൊരു വിഷമം. ഞങ്ങളുടെ ഇപ്പോഴത്തെ കോളേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗകര്യമുള്ള കോളേജ് ഒന്നും അല്ല. പുതിയ കോളേജിന് എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്നാലും ഒരു പുതിയതെന്നുള്ളൊരു ഇതുണ്ടല്ലോ നമുക്ക്. ബട്ട് ഞങ്ങൾക്ക് ഈ കോളേജും വന്ന ടൈമിൽ ഞങ്ങൾക്ക് ഇഷ്ടമൊന്നും അല്ലായിരുന്നെങ്കിൽ ഇപ്പം ഞങ്ങൾ ഇതിനായിട്ട് സെറ്റായി, ഇവിടെ ആയിട്ട് സെറ്റായി. ഞങ്ങൾ കോളേജിൽ നിന്ന് മിസ് പോകുന്നതിനേക്കാൾ വിഷമം ഞങ്ങൾക്ക് ഹോസ്റ്റലാണ് കേട്ടോ. ഭയങ്കരമായിട്ട് മിസ് ചെയ്യും, ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. അതുകൊണ്ട് അത് ഓർക്കുമ്പോൾ എന്തോ ഒരു മനസ്സൊരു ഇതുണ്ട്. ഞങ്ങളിപ്പോൾ കോളേജിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങളൊരു 4-5 പേരുണ്ട്. പിന്നെ സീനിയേഴ്സ് അല്ല, അനുഭവം ചേച്ചിയുണ്ട് കേട്ടോ. ഇനോഗ്രേഷൻ ഇങ്ങനെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ അല്ലേ, അപ്പോൾ പിന്നെ ഇന്ന് എന്തൊക്കെയോ സംഭവങ്ങൾ പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഞങ്ങളോട് കുറച്ച് പേരുടെ കോളേജിൽ എല്ലാം പറഞ്ഞു. ഫുഡ് കഴിച്ചിട്ടില്ല, ഇനിയിപ്പോൾ കോളേജിൽ നിന്നാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി. പെട്ടെന്ന് എല്ലാം പറഞ്ഞുകൊണ്ട് ഒന്നും റെഡി ആയി പോയില്ല. ലിപ്സ്റ്റിക് പൊട്ടില്ല, ചുണ്ടിരിക്കുന്നുണ്ടോ. ഞാൻ മാത്രമേ ഇടത്തുള്ളൂ, ഇവരെ കിട്ടും. എടി എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല, അതുകൊണ്ട് ഞാൻ ചാർജർ എടുത്തു. അല്ലെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയാലോ. ഞങ്ങൾ ഫസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഇന്ന് എന്താ കഴിക്കാൻ? അതെ, ഈ കൈ ഉണ്ട്, എന്തോ ഒരു കറിയുണ്ട്, പിന്നെ ഉപ്പേരി ഉണ്ട്, പിന്നെ അച്ചാറുണ്ട്. ഇതാണ് ഞങ്ങളുടെ ലഞ്ച്. ഇനോഗ്രേഷന്റെ വ്ലോഗ് ഞാൻ നേരത്തെ തുടങ്ങി. നമുക്ക് തലേദിവസത്തെ പ്രിപ്പറേഷൻ ഇന്നലെ തുടങ്ങി. ഇന്നലെ സാരി തയ്ച്ചത് മിനിയാന്നും ഉണ്ടായിരുന്നു. എന്റെ സാരി തയ്ച്ചതിന്റെ ഇന്നലെ സാരി തയ്ച്ചിട്ടുണ്ട്. ഇന്നലെ ശ്വേതര സാരി തയ്ച്ചിട്ടുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു യാത്ര ആട്ടോ ഇത്. ഇപ്പം ഞങ്ങൾ പുതിയ കോളേജിട്ടാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ ഫ്രഷ് ആയിട്ട് കോളേജ് കാണാമെന്നാട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇന്നേ ഞങ്ങളെ കൊണ്ടുപോവാണ്. പക്ഷെ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതുവരെ കോളേജ് കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമല്ലേ കാണാൻ പോകുന്നത്. ഗൈസ്, ഞങ്ങൾ കോളേജ് ചുറ്റി കണ്ടോണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് കാണുന്നത് ഹോസ്റ്റലാണ്. ഹോസ്റ്റൽ കാണാൻ പോവാ. ഗൈസ്, ഞങ്ങളിപ്പോൾ ടെറസിലാട്ടോ ഉള്ളത്. നല്ല രസമുണ്ട് മൊത്തത്തിൽ കാണാൻ. ബട്ട് ഫുൾ പൊടിയാണ്, ഒന്നും വൃത്തിയാക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങളെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വിളിച്ചായിരിക്കും. ഞങ്ങൾ ഫുൾ കയറി ജസ്റ്റ് ഒക്കെ ഒന്ന് കണ്ടു. ഒന്നും മനസ്സിലാവുന്നില്ല. റൂമൊക്കെ 4 പേരുടെയൊക്കെ റൂമാണ്. അത് കുറച്ച് പ്രശ്നമാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ടെറസ് മതിലിന്റെ ഇത്ര ഉണ്ട്. ഈ മതിൽ കാണാൻ വേണ്ടി അപ്പുറത്തേക്കുള്ള ഒന്നും കാണുന്നില്ല. ഞങ്ങളുടെ കൊണ്ടേ ഹോസ്റ്റലിൽ ആ ടെറസ് വെച്ച് നോക്കുമ്പോ ഇതാണ്ടോ ഭയങ്കര വലുതാ. അത് കുഞ്ഞിതാ. അതാ ചേട്ടന്മാരുടെ ആയിരിക്കും. ഇത് വലിയൊരു ടെറസാ. ടെറസ് കണ്ടപ്പോ തന്നെ ഞങ്ങൾക്ക് ടെന്നീസ് ഒക്കെ കളിക്കാൻ തോന്നും. പക്ഷെ ഇവിടെ അഴ എങ്ങനെ കെട്ടും? അഴ കെട്ടണതില്ല, അലക്കല്ല. ഇതൊക്കെ പണിയായിരിക്കണം. ഇനിയെങ്കിലും ഒരു 3 അലക്കല്ലിന് ഭേദം കുറെ അലക്കല്ല് പിടിപ്പിച്ച്. അതെ, ഞങ്ങൾക്ക് അവിടെ ആകെ 5 അലക്കല്ലേ ഉള്ളൂ. ഇവിടെ കുറച്ചൊരു 10-20 എണ്ണം അതിൽ കൂടുതലായിക്കോട്ടെ. ഞങ്ങൾക്ക് ഒരു വിരോധമില്ല, ഇത്രയും പേരില്ലേ. അടുത്ത പ്രാവശ്യം ഞങ്ങൾ അലക്കാൻ പോകുന്നത് ലിഫ്റ്റിൽ കയറിയിട്ടായിരിക്കും കേട്ടോ. ലിഫ്റ്റ് കയറുന്നു, ഇങ്ങോട്ട് വരുന്നു. ഞങ്ങൾ ഇവിടെയൊക്കെ വൃത്തിയാക്കാൻ പോവാണ്. ഞങ്ങളുടെ ലീഡർ. ഞങ്ങൾ കുറച്ച് പേരെ ഇവിടെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ വിളിച്ചത്. ഇവിടെ മൊത്തം പൊടി ആയതുകൊണ്ട് ഞാനൊരു മാസ്ക് ഒക്കെ ഒപ്പിച്ചിട്ടാട്ടോ ഇപ്പൊ തുടച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ താഴത്തെ ബിൽഡിങ്സിന്റെ ഒക്കെ പണി കഴിഞ്ഞു. ഇനിയിപ്പോ ഹോസ്റ്റൽ, അത് ഗേൾസ് ഹോസ്റ്റലിന്റെ പണിയാട്ടോ നടക്കാനുള്ള. ബാക്കിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ വൃത്തിയാക്കി കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ വെറുതെ ഇരിക്കുക, കുറെ പേരുണ്ടാവും.
കുറെ ചേട്ടന്മാരെ ഇവിടെ കുറെ പേരുണ്ട്. ഞങ്ങളിപ്പോ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുക. ഇവിടെ മൊത്തം പൊടിയാണ്, കൈയൊക്കെ മൊത്തം എവിടെ എന്നാ BP അവർ BP അത് ഹായ് ഗൈസ്, അപ്പൊ നമ്മള് നാളെ നമ്മുടെ കോളേജിന്റെ ഇനോഗ്രേഷൻ ആണ് നടക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ചെറിയ ചെറിയ പരിപാടികള് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അത് ക്ലീൻ ആക്കാനും റെഡി ആക്കാനാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. കുറെ നേരം രാവിലെ വന്നെയാണ്, ഇപ്പൊ വൈകുന്നേരം 4:30. ഹായ് ഗൈസ്, ഞാൻ അർച്ചനയുടെ കൂട്ടുകാരിയാണ്. അർച്ചന ദയന്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. ഇന്നത്തെ വ്ളോഗ് എന്റെ വകയാണ്. നമ്മളിവിടെ രാവിലെ വന്നതാണ്. രാവിലെ ഒരു 9 മണിയായപ്പോ നമ്മൾ നമ്മുടെ പഴയ വിക്രം കോളേജിലെത്തി. അതിനുശേഷം ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ റിട്ടേൺ നമ്മുടെ മുഖം കാണിക്കാൻ ആഗ്രഹിക്കാത്ത അഭിരേകാംക്ഷിയാണ് ഞാൻ. അപ്പൊ അർച്ചന എന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഞാൻ വ്ലോഗ് ഇവിടെ കൈമാറിയിരിക്കുകയാണ്. അർച്ചനെ ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. അർച്ചന ഒരുപാട് കുഴങ്ങി പണിയെടുത്തിട്ട് ഉച്ചയ്ക്ക് ശേഷം അർച്ചന ആയിരുന്നു ഇവിടെ ക്ലീൻ ആക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ജനല് തുടച്ചു അർച്ചന തുടച്ചു. എല്ലാരും എത്തുന്നില്ലാതുകൊണ്ട് എന്നെ കൂടെ തുടപ്പിച്ചത്. അർച്ചനയ്ക്ക് ഭയങ്കര ഹൈറ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ അടിച്ചു വാരി. അതെ, അത് നമുക്ക് ഒരുപാട് പണികൾ ഉണ്ടായിരുന്നു ഇവിടെ. ഞാനൊക്കെ രാവിലെ വന്നിട്ട് ഉച്ചയായപ്പോ പോയി, അത് പിന്നെ വൈകുന്നേരം ആയപ്പോ വന്നു. ആത്മാർത്ഥത, പണിയെടുക്കാനുള്ള ആത്മാർത്ഥത കാരണം. ഹലോ ഗൈസ്, ഞാനാണ് അർച്ചനയുടെ ഫ്രണ്ട്. ഞാനാണ് അർച്ചനയുടെ മറ്റൊരു ഫ്രണ്ട്. പക്ഷെ അർച്ചനയ്ക്ക് അറിയില്ല. ഓ മൈ ഗോഡ്, സോ സാഡ്. അറിയാണ്ടാണ് നമ്മൾ അർച്ചനന്റെ വ്ളോഗ് അറിയില്ല. പക്ഷെ അർച്ചന എന്നോട് വ്ളോഗ് എടുത്തോളം പറഞ്ഞ എന്റെ കയ്യിൽ ഫോൺ തന്നതാണ്. പക്ഷെ എന്റെ അടുത്ത് തന്നിട്ടില്ല. കാരണം ഇവിടെ വലിഞ്ഞു കയറി വന്നതാണ്. ഇവിടെ വലിഞ്ഞു കയറിയതാണ്. ഫോൺ പിന്നെ അടിപൊളി. റാണി മാം, ഇത് ഞങ്ങളുടെ മാമാണ് റാണി മാം. ഞങ്ങളുടെ നേരത്തെ വാർഡനായിരുന്നു. അവർ ക്യൂട്ടി ഫൈസ്. റാണി മാം, ഇത് നിസർഗ മാം, അവർ സെക്കൻഡ് മദർ. പണിയെടുത്ത് ക്ഷീണിച്ചു ഗൈസ്. അവരും ടയേർഡാണോ മാം? ടയേർഡാണെന്നാ ചേട്ടന്മാര് പറയാൻ പറഞ്ഞു. സഞ്ജന മാം ഒക്കെ രാവിലെ വന്ന ഗൈസ് ഭയങ്കര ടയേർഡാ. എപ്പോ പോവും മാം തിരിച്ച്? അറിയില്ല. നാളെ എന്താ ഡ്രസ്? സർപ്രൈസ്. നാളത്തെ ഡ്രസ് കോഡ് എന്താ നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ? നാളത്തെ ഡ്രസ് കോഡ് എന്താ ടീച്ചേഴ്സിന്റെ? സാരിയാ? ഇപ്പൊ ടൈം എത്രയായി? വാച്ച് എടുത്തില്ല, പെട്ടെന്ന് പോകുന്നോണ്ട്. 6:50 ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നാണ്, ഇതുവരെ പോയിട്ടില്ല. ഇപ്പൊ ഇവിടെ ഒക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കാതെ. ഒരു മിനിറ്റ് ഒന്ന് കണ്ട്. അറേഞ്ച്മെന്റ്സ് ഒക്കെ കൊള്ളാം. ലൈറ്റ് അറേഞ്ച്മെന്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇനി കുറച്ച് വൃത്തിയാക്കണമെന്നുള്ളൂ. ബാക്കിയൊക്കെ സെറ്റ് ആയി. ഇപ്പൊ മുമ്പിന്റെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്പേസ് കണ്ടറിയാൻ പോലെ ടയേർഡായി. ഞങ്ങളുടെ കോളേജ് ചെറിയൊരു ഷോർട്ട് ഫോം വന്നു. അതായത് നാളെ റിവീൽ ആക്കാം. ഞങ്ങളുടെ പുതിയ കോളേജിന്റെ പേര് നാളെ റിവീൽ ആക്കാം. എന്നുവെച്ചാൽ ഈ വീട്ടിലോട്ട് കാണും. ബട്ട് നാളെ ഞങ്ങൾ ആക്കും. ഓക്കെ, ഇനിയിപ്പോ നാളെ ഞങ്ങൾ റെഡി ആയിട്ട് വന്നിട്ട് ഇതൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ശരിക്കും ഹോസ്റ്റലിൽ കയറാൻ പോവാണേ. ശ്രേയ വന്നിരിക്കുന്ന, ജോയിൻ ചെയ്തിരിക്കുന്ന. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ക്ഷീണിച്ച് പോയിരിക്കുകയാണ്. ഫ്രണ്ടിലുള്ള കുട്ടികളൊക്കെ രാവിലെ പോയതാട്ടോ. ഞങ്ങൾക്ക് എന്തൊക്കെയോ കഴിക്കാനൊക്കെ തരുമെന്ന് പറഞ്ഞാണ്. പക്ഷെ വെറുതെയാണ് ഗൈസ്, എല്ലാരും പറ്റിച്ചു. ഇനിയിപ്പോ ഹോസ്റ്റലിൽ പോയിട്ട് ആദ്യം ഒന്ന് കുളിക്കണം. മൊത്തം പൊടിയാണ്. പൊടി എന്ന് പറഞ്ഞാൽ പുഴ മേളാണ് അവിടെ. അതുകൊണ്ട് ആദ്യം ഒന്ന് കുളിക്കണം, പിന്നെ കഴിക്കണം. ഞങ്ങൾ നേരത്തെ ഫുഡൊക്കെ എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫുഡ് വന്നോന്നൊന്നും അറിയത്തില്ല.
അപ്പൊ ഞങ്ങൾ നേരത്തെ ഫുഡ് മേടിച്ചിട്ടുണ്ട്. ഇവര് മേടിച്ചിട്ട് ഞാൻ മേടിച്ചു വെച്ചിട്ടില്ല. ഇനിയിപ്പോ ഈ മേടിച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർ മേടിച്ച് വെച്ചാൽ അറിയാൻ പാടില്ല. നല്ല വൈബായിരുന്നെങ്കിലും രാത്രി സ്ഥലത്ത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ നൈറ്റ് ഇങ്ങനെ പുറത്തിറങ്ങുന്നത്. പണ്ട് ഇവരൊക്കെ ഹോസ്പിറ്റലൊക്കെ ഞാൻ പോയിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് അങ്ങനെ നിൽക്കുന്നൊക്കെ ആദ്യമായിട്ടാട്ടോ. 2 വർഷമായി ആ ഹോസ്റ്റലില് രാത്രി ഞങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ആ ഗ്രില്ലിന്റെ പുറത്തേക്ക്. ഞങ്ങളുടെ മാം ഞങ്ങളുടെ വാർഡൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഞങ്ങളുടെ വാർഡൻ സ്ട്രിക്റ്റ് ആവുമോ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇന്ന് ഫസ്റ്റ് ടൈം ആണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. അവൾ ഇന്ന് വന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ജോലി ചെയ്യാൻ പോയി. അതെ, ഇൻട്രസ്റ്റ് കോളേജ് കാണാൻ വേണ്ടി. അതെ, ഞാൻ ആദ്യം വിചാരിച്ചത് നാളെ ഫ്രഷ് ആയിട്ട് കോളേജ് കാണാലോ എന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് തന്നെ പോകാൻ പറഞ്ഞു. ഞങ്ങൾ പോയി കണ്ടു. നൈസ് കോളേജ്, ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി. പക്ഷെ കോളേജിനെ പോലെ തന്നെ പക്ഷെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഹോസ്റ്റല് മേളിലാണ്, കോളേജിന്റെ മേളിലാണ്. ഞങ്ങൾക്ക് ഈ ഹോസ്റ്റലായിട്ട് കൊണ്ടേയായിട്ട് ഞങ്ങൾക്ക് ഒരു ഇമോഷണൽ കണക്ട് ആണ്. ഈ ഹോസ്റ്റലില് സൗകര്യങ്ങൾ കുറച്ച് കുറവായിരിക്കും. പക്ഷെ എന്ത് പറയാ, ഞങ്ങളുടെ ഒരു ഇതായിരുന്നു. ഫുഡ് വാനാണോ അത്? ഫുഡ് മേടിച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല. ദിസ് ഈസ് എ ഫുഡിന്റെ വാൻ. അതെ, എന്റെ ഫ്രണ്ട്സ് എനിക്ക് ഫുഡ് എടുത്തു. നോക്ക്, അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ബാക്കി വീഡിയോ ആയാലോ. അതിന് മുന്നേ ഞങ്ങളുടെ ഈ കോളേജ് നിങ്ങൾ മൊത്തത്തിലൊന്ന് കണ്ടിട്ട് വാ. ഇന്നലെ മൊത്തം പൊടി പിടിച്ച് മറ്റുമൊക്കെ ആയിട്ടല്ലേ കണ്ടത്. ഇന്ന് നിങ്ങളൊന്ന് സെറ്റായിട്ട് കണ്ടിട്ട് വാ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ കോളേജിൽ എത്തിയിട്ടോ. ഇനിയിപ്പോ ഫുഡ് കഴിക്കാൻ പോവാണ്. പുതിയ മെനു ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഇന്ന്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എക്സൈറ്റഡ് അല്ലേ? ഞങ്ങൾക്ക് ഇന്ന് പുട്ട്, കടലക്കറി, മസാല ദോശ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി പറയാം. എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? മസാല ദോശ സൂപ്പർ ആണോ? പുട്ടും കടലക്കറി ഉണ്ടോ? ഓ മൈ ഗോഡ്. എന്നാ കഴിക്കട്ടെ. സീനിയേഴ്സ് പറഞ്ഞത് പുട്ടും കടലക്കറി ഉണ്ടെന്ന്. ഞങ്ങൾ കഴിക്കാൻ പോവാം. ഞങ്ങൾക്ക് വന്നില്ല. ഓക്കെ, എല്ലാരും കമന്റ് തരണം. ഇത് ആരുടെ സാരിയാ? ഇത് എന്റെ ചേച്ചിയുടെ സാരി. അത് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പാടില്ല. അത് എന്റെ പൊട്ട് പോലും വരരുത്. അവള് പൊട്ട് തൊട്ടിട്ടില്ലാത്തോണ്ടാണ് പൊട്ട് പോലും വരരുതെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇത് എന്റെ ചേച്ചി എനിക്ക് വേണ്ടി തന്നാണ്. എനിക്ക് സാരി എടുത്തപ്പോൾ എനിക്ക് വേറെ ഇവരുടെ മറ്റേ കോഡ് ഉണ്ടായിരുന്നു. ഡ്രസ് കോഡിന്റെ സെയിം കളറുള്ള സാരി സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് വെറൈറ്റി ആയിട്ട് അങ്ങനെ എടുത്തു. ചേട്ടാ സ്വല്പം മതി. എന്തൊക്കെയോ വരുന്നുണ്ട്, പേരൊന്നും അറിയാൻ പാടില്ല. ഞാൻ എന്റെ പുട്ടിനും കടലക്കറിക്കും വേണ്ടി വെയിറ്റ് ചെയ്തു. പുട്ടും കടലക്കറിയും പുട്ടും കടലക്കറി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ മുതലേ ഇന്നലെ മുതലേ വെയിറ്റിംഗ് ആയിരുന്നു. വന്നപ്പോ മുതലേ കഴിച്ചു നോക്കട്ടെ കേട്ടോ. കാട്ടിക്കിടുന്ന ടേസ്റ്റ് ഇട്ടാ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എത്ര നാളെ കഴിച്ചിട്ട് അതിനൊരു ടേസ്റ്റ് ആയിരിക്കും. ദോശ വേണം. എന്തായാലും ഫിനിഷ് ചെയ്യാം. അണ്ണാ 1 ടീ. ഇല്ല അയ്യോ, ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു? നമ്മള് പുട്ടും ചായ കൊടുത്തോ? കോഫി അത്ര രസമില്ലാട്ടാ. എനിക്ക് ടീ ഇഷ്ടമായി, കോഫി ഇഷ്ടമായില്ല. കുറച്ച് നീങ്ങി തിരിച്ചു വന്നോ?
മാം എങ്ങനെയെങ്കിലും സുഖമായിട്ടിരിക്കുന്നോ? എങ്ങനെ വന്ന ചേട്ടൻ വന്നിട്ടുണ്ടോ? തന്നെ വന്നു. മാം റാണി മാം ഫുഡ് കഴിച്ചോ? കഴിച്ചു. എന്ത് കേരള സ്പെഷ്യൽ പുട്ടിക്കട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഇല്ല, ഇഷ്ടമായില്ല. വൈ യുവർ ഫുഡ് നോ? റാണി മാം സോ ബ്യൂട്ടിഫുൾ. കഴിച്ചോ? എന്ത് കഴിച്ചേ? രണ്ടും കഴിച്ചു. എങ്ങനെയുണ്ടായിരുന്നു? റോസ്റ്റിനെ കാണാൻ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ശംശീറിനെ കാണാൻ ഓൾറെഡി സൂപ്പർ ആണല്ലോ. രണ്ടുപേരും സൂപ്പർ. ബൈ. ഹലോ മൈ ഗോഡ്. ഹലോ ഹലോ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആണ്, ഫ്രണ്ട്സ് ആണ്. ഹായ്. ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു നെയിം റിവീൽ ചെയ്യാന്ന്. നമ്മുടെ പുതിയ കോളേജിന്റെ പേര് നീ പറ. നമ്മുടെ പുതിയ കോളേജിന്റെ പേര് SGI. ഞങ്ങള് ഇപ്പൊ പഠിക്കുന്നത്. നേരത്തെ പേരെന്തായിരുന്നു? വിക്രം കോളേജ്. ഇനോഗ്രേഷന് വന്നത് ഏതോ ഒരു സ്വാമിയായിരുന്നു കേട്ടോ. പുള്ളിയുടെ പേരൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയാൻ പാടില്ല, എന്തോ വലിയൊരു പേരാണ്. ഞങ്ങൾ രാവിലെ ഒരു 7:30 കഴിഞ്ഞപ്പോൾ വന്നാട്ടോ, കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ ഇവിടെ നിന്നായിരുന്നു. അതനുസരിച്ചായിരിക്കും ഈ സ്വാമി വന്നിട്ട് എനിക്ക് തോന്നുന്നു. ഇരുന്നിരുന്ന് മടുത്തല്ലേ. പിന്നെ പേരൻസ് വന്നപ്പോൾ ഞങ്ങളിതാ നേരെ ബാക്കിലോട്ട് പോയി. മടുത്തു. ഭയങ്കര ചൂടുണ്ട്. പൊന്നോ, ഭയങ്കര പൊടിയുണ്ട്. ഇതൊരു ഡ്രോണ്. അവിടെ ഡ്രോൺ അല്ലേ അത്? മറ്റേ സ്വാമിയൊക്കെ പോയിട്ടോ. സ്വാമിയൊക്കെ പോയി. ഞങ്ങൾ താഴെ ഇരുന്നിട്ട് മടുത്തു. ഭയങ്കര വെയിൽ. ഇപ്പതാ കോളേജിന്റെ അകത്തേക്ക് കയറിയേക്കോട്ടോ. ഇന്നലെ എങ്ങനെ കിടന്ന് കോളേജാ, ഇന്നെല്ലാം എന്താ വൃത്തിയാക്കി. ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇരിക്കാട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇരിക്കാണ്. അടുത്ത് അയ്യോ കൊറേ നേരം വെയിറ്റ് ആക്കുന്നു. പിന്നെ പക്ഷെ വിശപ്പില്ല. കേക്ക് കഴിച്ചു ഞങ്ങൾക്ക് വിശക്കുന്നില്ല. 2 കേക്ക് കഴിച്ചു. ബ്ലാക്ക് ഫോറസ്റ്റ് വിശക്കുന്നില്ല. ഫുഡിന് എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇന്നത്തെ ഫുഡിന് കണ്ടോണ്ട് അടുത്തൊരു എക്സൈറ്റ്മെന്റ്. അതിനെ കുറിച്ച് 2 വാക്ക് പറ. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് നമ്മളെ കേരളക്കാരായതുകൊണ്ട് ഒന്നും എനിക്കറിയാം. നമ്മുടെ എല്ലാം വെറൈറ്റി ഐറ്റംസ് ആയിരുന്നു. ഫുഡ് എങ്ങനെയുണ്ട്? ഡെസേർട്ട് ഉണ്ട് നമുക്ക്. ഇത് ഐസ്ക്രീം എന്തായാലും ഉണ്ട്. അതെ, ഇതെന്ത് പാട്ടാണോ? ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? കഴിച്ചോ? ഓ, ഓക്കെ, കാണിച്ചാൽ മറക്കല്ലേ. മനസ്സിലാക്കാം. സിംഗിൾ ആണ്. 150 അല്ല 170 to 50 kilogram. സിംഗിൾ ആണ്. അത് പ്രത്യേകിച്ച് എല്ലാവരോടും പറയും. ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അവന് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കും. 5ാം ക്ലാസ് പഠിക്കുമ്പോഴ് ഞാന് അവിടെ എല്ലാരും കൂടി ഇരിക്കുന്നു. ചുമ്മാ പോയിട്ട് അവിടെ നല്ല പുകയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാനതെടുത്ത് മുറുക്കി ഒരു 2 മിനിറ്റ് ശേഷം പിന്നെ ഫുള്ള് കിടന്ന് കറങ്ങി. പിന്നെ വാള് വെക്കലും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ അടിച്ചത് തലറിഞ്ഞു. മുറുക്ക് സ്റ്റോറി. എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പൊ മുറുക്കിയിട്ട് എങ്ങനെയുണ്ട്? അർച്ചനന്റെ കോളേജില് പഠിക്കുന്ന ആൾക്കാരാണ്. എല്ലാരും ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓ, താങ്ക് യു. ഇനി അമലേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? അടിച്ചാൽ
ഗൈസ് ഞങ്ങൾ ഓട്ടോയിൽ പ്രസ് എടുത്തോണ്ടിരിക്കുകയാണ്. ബെനിറ്റിനെ കൊണ്ടുവിടാൻ വേണ്ടി വന്നേ. അവളെവിടെ? ചേട്ടാ ഞങ്ങൾ വിചാരിച്ച ഓട്ടം എടുക്കുന്നു. നല്ലൊരു ഓട്ടോച്ചേട്ടൻ ഞങ്ങൾ പറഞ്ഞപ്പോ തന്നെ കയറ്റിരുത്തി. വയ്യ, എന്ത് വെയില എന്റെ പൊന്നോ. എടി ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? എടി ഇവരൊക്കെ എപ്പോഴും കാണാതെ പോവാ ഗൈസ്. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് കുഴപ്പമില്ലായിരുന്നല്ലോ. ഫുഡ് പറ്റ പോക്കായിരുന്നു. എന്റെ സൗണ്ട് മാത്രം മതി, എന്നെ കാണിക്കണ്ട. ഫുഡ് പറ്റ പോക്കായിരുന്നു ഗൈസ്. എനിക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ. കുഴപ്പമില്ല, എന്നാ കുഴപ്പമുണ്ട്. എന്ത് കിട്ടിയാലും കഴിക്കാം പറയണോ? ഇതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? അത് നാടാണെന്ന് അങ്ങനത്തൊന്നും തേങ്ങാ ചിരട്ട വരെ തിന്നിട്ടില്ല. ഗൈസ് അത് ഓക്കെ ആയിരുന്നു. കഴിക്കാൻ പറ്റുന്ന വെച്ചാൽ പറ്റും. പിന്നാക്കി കുറച്ച് പഞ്ചസാര ഇട്ട് അവളുമില്ലേ? ബെനീറ്റ് പോവാണ് ഗൈസ്. അല്ല അവൾ ഒറ്റയ്ക്ക് പോക്കോളൂ, ഞങ്ങൾ പോകണ്ട. പോവാണോ? ഇന്ന് ഇറങ്ങോട്ടെ. ബെനീറ്റിനെ കേട്ടുള്ള ചേട്ടൻ പോവാ, നമ്മളെ കൊണ്ടുപോവാ. അപ്പൊ നമുക്ക് ഇരിക്കണ്ടേ ഗൈസ്? ഞങ്ങളെന്നാ പോട്ടെ. ചേട്ടാ ബായ്. ആരോടാ? ചേട്ടാ ബായ് ബായ്. ഇതാ ഞങ്ങൾ ഓട്ടോ ചേട്ടാ. ആ ചേട്ടാ. അങ്ങനെ ബെനീറ്റ് വീട്ടിൽ പോയി. ഇനി ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ. ഞങ്ങൾക്ക് എന്തോ മൊമെന്റോ എന്തൊക്കെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. മടുത്തുപോയി, ഭയങ്കര വെയിൽ. ഇവിടെ ആണെങ്കിൽ അങ്ങനെ ഒരുപാട് മരങ്ങളൊന്നും തോന്നുമെങ്കിലും ഇവിടുത്തെ മരമൊക്കെ വെട്ടി തെളിച്ചിട്ടെങ്ങാണ്ടാണ് ഞങ്ങൾ കോളേജ് പണിതേക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര വെയിൽ. ന്യൂ ബിൽഡിങ്ങിനെ കുറിച്ചിട്ട് 2 വാക്ക് പറയാന്നാ. കണ്ടില്ലടാ, ഒന്നൂടെ. എങ്ങനെയാണ് കാണിക്കുന്നത്? എന്താ പറയണ്ടേ? പറ. നീ എന്താ ഫുഡ് കഴിച്ചോ? ഫുഡിനെ കുറിച്ച് പറ. ഫസ്റ്റ് ഹാഫ് കൊള്ളാറ്, സെക്കൻഡ് ഹാഫ് ആണ് കൊള്ളാം. ഇങ്ങനെ പോയി ഗ്രാഫ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോക്കാം. ഐസ്ക്രീം എത്രണ്ണം കഴിച്ചു? ഐസ്ക്രീം ഇപ്പോഴാണ് കിട്ടിയത്. ഹൃദയുടെ ഐസ്ക്രീം എനിക്ക് തന്നു. ഞാൻ ഐസ്ക്രീം കഴിക്കാറില്ല, അതാണ് ഞാൻ ഫുൾ ഷുഗർ ഡയറ്റാ. ഡയറ്റോ? വരുമോ? വരും, എല്ലാം വരും. എനിക്കിഷ്ടപ്പെട്ട നമ്മുടെ കാരണം എന്താന്ന് വെച്ചാല് എനിക്ക് പറയാൻ, എനിക്കിങ്ങനെ വൈറ്റ് കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എനിക്കിഷ്ടപ്പെട്ടത്. എനിക്ക് ഞങ്ങളുടെ ആദ്യം അലംഭാവം ജയിച്ച സംഭവം കേക്കിന് ചാമ്പീത. അതെ അതെ, മറ്റുള്ളവരുടെ കുറ്റം. ഞങ്ങൾ അങ്ങനെ ഇപ്പൊ തിരിച്ചെത്തിട്ടോ. 5 മണിയായോ, മടുത്തു പോയി. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് കുറേ നേരം അവിടെ വെറുതെ ഇരുന്നു. അപ്പൊ ഇങ്ങ് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇപ്പൊ കുളിക്കുകയെങ്കിലും ചെയ്യായിരുന്നു. ആകെ ക്ഷീണിച്ചു, മടുത്തു. ഇനിയിപ്പൊ ഇന്ന് ചായ ഉണ്ടാവോന്ന് അറിയത്തില്ല. സാധാരണ ഇങ്ങനെ ഫംഗ്ഷൻ കഴിഞ്ഞ് ഞങ്ങൾക്ക് ചായ ഒന്നും കിട്ടാറില്ല. ഇപ്പൊ ഞങ്ങളുടെ കോളേജിൽ പോയിക്കൊണ്ടിരിക്കുക. ഒരു കൊറിയർ മേടിക്കാനുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഒരു ടെൻഷന്റെ കാര്യം. നീ ഓർക്കുന്നുണ്ടോ? ഈ വ്ലോഗിൽ പറയാതെ ഞാൻ പറഞ്ഞത്. അത് ശരിക്കും ഈ സാരിയുടെ കാര്യമായിരുന്നു കേട്ടോ. എനിക്കത് അന്ന് സാരി വന്നിട്ടില്ലായിരുന്നു. ബാക്കി എല്ലാവർക്കും സാരി കിട്ടി, എനിക്ക് മാത്രം കിട്ടിയില്ല. ഞാൻ എന്നിട്ട് എനിക്ക് ഭയങ്കര വിഷമമായി, എനിക്ക് ടെൻഷനായി. എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഇന്ന് പ്രോഗ്രാമിന് വരാൻ പറ്റില്ല എന്ന്. കാരണം അന്ന് എനിക്ക് തോന്നുന്നു ഒരാഴ്ച ടൈം ഉണ്ടായിരുന്നുള്ളൂ. ബ്ലൗസ് തയ്പ്പിക്കാനുണ്ട്, കളർ കോഡാണ്, ഡ്രസ് കോഡ് ഇതാണ് കളർ. അപ്പം വേറെ മാർഗ്ഗമൊന്നുമില്ല. വേറൊരു ഇതാ മേടിക്കാൻ ടൈമും ഇല്ല, ഒന്നുമില്ല. ടെൻഷനായിട്ട് പാടില്ലായിരുന്നു. അതാ ഞാൻ അന്ന് ഫെയർവെല്ലിന്റെ വ്ലോഗിൽ പറഞ്ഞത്. എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്, എൻ്റെ മൂഡ് പോയി രാവിലെ തന്നെ. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേട്ടനെ വിളിച്ചിട്ട്, മീൻസ് ഡെലിവറി ആകുന്ന ചേട്ടനെ വിളിച്ചിട്ടാണ് കിട്ടുന്നില്ല. പുള്ളി ഫോൺ എടുക്കുന്നില്ല. കാണിക്കുന്നുണ്ട് വരുന്നുണ്ടെന്ന്, പക്ഷെ വരുന്നില്ല. കോളേജിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കോളേജിൽ ആരുമില്ല, ഫെയർവെൽ ആയതുകൊണ്ട്. അങ്ങനെ മൊത്തം ടെൻഷൻ. അതായിരുന്നു ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് എനിക്ക് അന്ന് തന്നെ ഈവനിങ് എനിക്ക് ഡ്രസ്സ് കിട്ടിയായിരുന്നു കേട്ടോ, ഭാഗ്യം. അല്ലെങ്കിൽ എന്ത് ചെയ്തേനെ, ടെൻഷനായിട്ട് പാടില്ലായിരുന്നു. അതെന്താ പറ്റിയെന്ന് പറഞ്ഞാൽ എന്നെ രാവിലെ, അതിന് മുന്നത്തെ ദിവസം രാവിലെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കോളേജിൽ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വന്ന് മേടിച്ചോളാന്ന് പറഞ്ഞു. അത് കണ്ട് പുള്ളി അങ്ങ് പോയി. പിറ്റേ ദിവസം പിന്നെ ഞങ്ങൾക്ക് ഫെയർവെൽ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കോളേജിൽ കൊടുക്കാൻ പറ്റില്ല, കോളേജിൽ ആരുമില്ല. അപ്പോൾ പിന്നെ അന്നും പുള്ളി പോവാ. അപ്പോൾ ടെൻഷനായി, ഇനി എന്ത് ചെയ്യും എന്ന് ഓർത്തിട്ട് പുള്ളിനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല, ഒന്നുമില്ല. എല്ലാവർക്കും ഡ്രസ്സ് കിട്ടി.
ബ്ലൗസ് തയ്പ്പിക്കാൻ കൊടുക്കണം, ഒരാഴ്ച ടൈമുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ അന്ന് വ്ളോഗ് എടുത്തുകൊണ്ടിരുന്നതൊക്കെ ടെൻഷൻ പിടിച്ചിട്ടായിരുന്നു. ഞങ്ങളുടെ ആ കൊറിയർ കൈപ്പറ്റി ഇപ്പോൾ തിരിച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ഓൾ എൻജോയിങ് ദിസ് വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.